അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 13-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 31 കൂടിയ ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. വ്യാസ ഉവാച. കിം വിഷ്ണു കിം ശിവോ ബ്രഹ്മ മഖവാ കിം ബൃഹസ്പതി ദേഹവാൻ പ്രഭവത്യേവ വികാരൈ സംയുതസ്തദാ. രാഗീ വിഷ്ണു ശിവോ രാഗീ ബ്രഹ്മാപി രാഗസംയുത. രാഗവാൻ കിമകൃത്യം വൈ ന കരോതി നരാധിപാ. രാഗവാനപി ചാതുര്യാദ് വിദേഹ ഇവ ലക്ഷ്യത്തെ. സംപ്രാപ്തേ സങ്കടേ സോപി ഗുണൈ സമ്ബാധ്യത്തെ കില. കാരണാദ്രഹിതം കാര്യം കഥം ഭവിതുമർഹതി. ബ്രഹ്മാദീനാം ച സർവേഷാം ഗുണാ ഏവ ഹി കാരണം. പഞ്ചവിംശ സമുദ്ഭൂത ദേഹാസ്തേഷാം ന ചാന്യഥാ. കാലേ മരണധർമാസ്തേ സന്ദേഹ കോത്ര തേ നൃപ. പരോപദേശേ വിസ്പഷ്ടം ശിഷ്ടാ സർവേ ഭവന്തി ച. വിപ്ലുതിർഹ്യവിശേഷേണ സ്വകാര്യേ സമുപസ്ഥിതേ. കാമക്രോധസ്തഥാ ലോഭദ്രോഹാഹങ്കാരമത്സര. ദേഹവാൻ ക്വ പരിത്യക്തുമീശോ ഭവതി താൻ പുനഃ. സംസാരോയം മഹാരാജ സദൈവൈവം വിധസ്മൃത. നാന്യഥാ പ്രഭവത്യേവാശുഭാശുഭമയ കില. കദാചിത് ഭഗവാൻ വിഷ്ണുസ്തപശ്ചരതി ദാരുണം. കദാചിത് വിവിധാൻ യജ്ഞാൻ വിതനോതി സുരാധിപ. കദാചിത്തു രമാരംഗരഞ്ജിത പരമേശ്വര. രമതേ കില വൈകുണ്ഠേ തദ്വശസ്തരുണോ വിഭു.
കദാചിദ് ദാനവൈ സാർദ്ധം യുദ്ധം പരമദാരുണം കരോതി കരുണാസിന്ധുസ്തദ്ബാണാപീഡിതോ ഭൃശം കദാചിത് ജയമാപ്നോതി ദൈവാത്സോപി പരാജയം സുഖദുഃഖാഭിഭൂതോസൗ ഭവത്യേവ ന സംശയാ ശേഷേ ശേതേ കദാചിദ്വൈ യോഗനിദ്രാ സമാവൃത കാലോ ജാഗർത്തി വിശ്വാത്മാ സ്വഭാവപ്രതിബോധിത സർവോ ബ്രഹ്മാ ഹരിശ്ചേതി ഇന്ദ്രാദ്യാ യേ സുരാസ്തഥാ മുനയശ്ച വിനിർമാണൈ സ്വായുഷോ വിചരന്തി നിശാവസാനേ സംജാതേ ജഗൽസ്ഥാവരജംഗമം മ്രിയത്തെ നാത്ര സന്ദേഹോ നൃപകിഞ്ചിൽ കഥാപി ച സ്വായുഷോന്തേ പത്മജാദ്യാം ക്ഷയമൃച്ഛന്തി പാർത്ഥിവ പ്രഭവന്തി പുനർവിഷ്ണുർ ഹരശക്രാദയസുരാ തസ്മാൽ കാമാദികാൻ ഭാവാൻ ദേഹവാൻ പ്രതിപദ്യത്തെ നാത്രത്തെ വിസ്മയകാര്യ കദാചിദപി പാർത്ഥിവ സംസാരോയം തു സന്ദിഗ്ധ കാമക്രോധാദിഭിർനൃപ ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം മുതൽ 31 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ബ്രഹ്മാ വിഷ്ണു രുദ്രാദികൾ ദേഹത്തോടെ ജനിക്കുന്നു. അതിനാലേ അവരെല്ലാം വികാരികൾ താൻ. വിഷ്ണു ശിവരുദ്രാദികൾ രാഗികൾ താൻ. വിഷയികൾ അകൃത്യത്തെ ചെയ്തിടും നൂനം. വിദേഹനെ പോലെ രാഗികളും നടിക്കും. വിഷമത്തിൽ അവരും ഗുണങ്ങൾക്കു അടിമപ്പെടും. കാരണമില്ലാതെ കാര്യം ഉണ്ടാകില്ലല്ലോ. ബ്രഹ്മാദികൾക്കു കാരണം ത്രിഗുണങ്ങൾ. അവരുടെ ദേഹവും 25 തത്വനിർമ്മിതം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കാലമെത്തുമ്പോഴവരും മരിക്കും, സംശയമില്ല. ഉപദേശിക്കാനെല്ലാരും മെഴുക്കർ തന്നെ. സ്വന്തം കാര്യം വന്നിടുമ്പോൾ അവർക്കും ഭാവമുണ്ടാകും. കാമം, ക്രോധം, ലോഭം, മോഹം, മാത്സര്യം, ഗർവം എന്നിവയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഈ സംസാരം എക്കാലവും ഈ വിധത്തിൽ തന്നെയാണല്ലോ. ശുഭാശുഭമായിടുന്നു ഈ ലോകവും ഈ വിധത്തിൽ. വിഷ്ണു പോലും കഠിനമായി തപം ചെയ്യുന്നു. ചിലപ്പോൾ പലവിധമാം യജ്ഞങ്ങളെ ചെയ്തിടുന്നു. ചില നേരം ലക്ഷ്മി ദേവിയോടു ചേർന്നിട്ടു. വൈകുണ്ഠത്തിൽ വിധേയനായി തരുണൻ പോൽ രമിക്കുന്നു. അസുരരുമായി അതിഘോരമാം യുദ്ധം നടത്തുന്നു. കാരുണ്യഭി അസുരബാണങ്ങൾ മുറിവെറ്റിടുന്നു. ജയപരാജയം നേടുന്നു.
ദുഃഖങ്ങൾക്കധീനൻ സംശയമില്ലാനന്ദനിൽ പള്ളി കൊള്ളും മറ്റു ചിലപ്പോൾ വിശ്വാത്മാവാം അദ്ദേഹമോ സ്വയമേവ ഉണരുന്നു ബ്രഹ്മരുദ്ര ഹരിശക്ര ദേവാദികളും മുനിമാരും കാലമായാൽ മരിച്ചിടും മധ്യരാത്രി അണയുമ്പോൾ ചരാചരമാകും ലോകവും നശിക്കുന്നു ഇതില്ലാർക്കും സംശയവും വേണ്ട തന്നെ ബ്രഹ്മാദികൾ പോലും കാലത്താലെ നശിക്കും അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം ശിവ ശക്രാദിയും വീണ്ടും വീണ്ടും ജനിക്കുന്നു കാമാദിയാം ചിത്തവൃത്തി ദേഹിക്കുണ്ടാകും ഇതിലൊന്നും അത്ഭുതമേ വേണ്ട ലോകം മുഴുവൻ കാമക്രോധാദികളാലെ നിറഞ്ഞതത്രേ അമ്മേ ദേവി അമ്മേ ദേവി ദേവി ലക്ഷ്മി ലക്ഷ്മി ഭദ്രേ അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം അമ്മേ നാരായണ ദേവി ലക്ഷ്മി നാരായണ ഭദ്രേ അമ്മേ നാരായണ ദേവി ലക്ഷ്മി ശരണം അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം കാളി ശരണം വാണി ശരണം ഭദ്രകാളി ശരണം സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ദേവി നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 369 ദിവസം ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 13-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം മുതൽ 31 കൂടിയുള്ള ശ്ലോകങ്ങളെ വിചാരം ചെയ്യുന്നു. അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ഇവിടെ 15-ാമത്തെ ശ്ലോകത്തിൽ ജനമേജയന്റെ നിരവധിയായിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടിയായി വേദവ്യാസൻ പറയാൻ തുടങ്ങുന്നു. കാരണം ആളുകൾ എല്ലാവരും വഞ്ചകന്മാരാണ്, അത് ദേവന്മാരാണെങ്കിലും മുനിമാരാണെങ്കിലും. അതുകൊണ്ട് ആരുടെ വാക്കിനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്നലെ സമർപ്പിച്ചത്. വേദവ്യാസം പറഞ്ഞു, കിം വിഷ്ണു കിം ശിവോ ബ്രഹ്മാ അഖവാ കിം ബൃഹസ്പതി ദേഹവാൻ പ്രഭവത്യേവ വികാരൈ സംയുതസ്തദ. വിഷ്ണുവും അതേപോലെ ശിവനും ബ്രഹ്മാവും മഖവൻ ഇന്ദ്രനും ബൃഹസ്പതി വ്യാഴാചാര്യനും ദേഹത്തോടുകൂടി ജനിച്ചവരല്ലേ. ദേഹവാൻ പ്രഭവത്യേവ,
വികാരേ സംയുതസ്തത. അപ്പോ അവർക്ക് വികാരങ്ങളും ഉണ്ടായിരിക്കും. രാഗീ വിഷ്ണു ശിവോ രാഗി ബ്രഹ്മാപി രാഗസംയുത. വിഷ്ണു വിഷയാസക്തനാണ്, ശിവനും വിഷയാസക്തനാണ്, ബ്രഹ്മാവും അതെ. അപ്പോ രാഘവാൻ കിമകൃത്യം വൈ ന കരോതി നരാധിപ രാഘവാനപി ചാതുര്യാ വിദേഹ ഇവ ലക്ഷ്യത. ഇപ്പൊ രാജാവെ വിഷയാസക്തൻ അകൃത്യം ചെയ്യുകയില്ലേ എന്നാണ്, സംശയമില്ല. എന്നാൽ വിഷയാസക്തന്മാരാണെങ്കിലും ചില മിടുക്കന്മാര് ചാതുര്യാത് അവരുടെ ആ സാമർഥ്യം കൊണ്ട് വിദേഹ ഇവ ലക്ഷ്യത്തെ, വിദേഹൻ എന്നതുപോലെ ഒരു വിഷയത്തിലും ആസക്തിയില്ല, ദേഹവുമായി ബന്ധമില്ല എന്ന രീതിയിലൊക്കെ പെരുമാറിയെന്നു വരും. സംപ്രാപ്തേ സങ്കടേ സോപി ഗുണൈ സമ്പാദ്യത്തെ കില കാരണാദ്രഹിതം കാര്യം കഥം ഭവിതുമർഹതി. വിഷമസ്ഥിതിയിലെത്തുമ്പോൾ സംപ്രാപ്തേ സങ്കടേ, സങ്കടം വരുമ്പോ അവരും സോപി ഗുണൈ സമ്പാദ്യത്തെ കില, അവരും ഗുണങ്ങൾക്ക് അധീനരായിട്ട് തീർന്നു. കാരണമില്ലാതെ കാര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ് ചോദിക്കുകയാണ്. ബ്രഹ്മാദീനാം ച സർവേഷാം ഗുണാ ഏവ ഹി കാരണം. ബ്രഹ്മാവ് തുടങ്ങിയവർക്കൊക്കെ തന്നെ കാരണം എന്താണ്? ത്രിഗുണങ്ങൾ തന്നെയാണ്. അവരുടെ ദേഹവും 25 തത്വങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്, മറ്റൊരു തരത്തിലല്ല. പഞ്ചവിംശ സമുദ്ഭൂത ദേഹാസ്തേഷാം ന ചാന്യഥ, മറ്റൊരു തരത്തിലും അല്ല. കാലേ മരണധർമാസ്തേ സന്ദേഹ കോത്രത്തെ നൃപ. കാലം വരുമ്പോ, കാലാവധി വരുമ്പോ അവരും മരിക്കണു. ഇപ്പൊ രാജാവേ അതിൽ സംശയം എന്താണ്? സന്ദേഹ കോത്ര തേ നൃപ, ഇതിൽ സന്ദേഹം എന്താണ്? പരോപദേശേ വിസ്പഷ്ടം ശിഷ്ടാ സർവേ ഭവന്തി ച. അന്യരെ ഉപദേശിക്കാൻ എല്ലാവർക്കും സാധിക്കും, സ്വയം അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. വിപ്ലുതിർഹി അവിശേഷേണ സ്വകാര്യ സമുപസ്ഥിത. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോഴോ അവർക്കും ഭാവവ്യത്യാസം ഉണ്ടാവുന്നു. കാമം ക്രോധം തഥാ ലോഭ ദ്രോഹ അഹങ്കാര മത്സര. അപ്പൊ അവർക്കും കാമം ക്രോധം ലോഭം ദ്രോഹം അഹങ്കാരം മാത്സര്യം അവർക്ക് ഇതൊക്കെ ഉണ്ടാവും. ഇതിനെ ദേഹവാൻ കപ്പരിത്യക്തും ഈശോ ഭവതി താൻ പുന. ഇതിനെയൊക്കെ ഉപേക്ഷിക്കാൻ ദേഹമുള്ളിടത്തോളം ആർക്കെങ്കിലും കഴിയൂ? രാജാവേ സംസാരോയം മഹാരാജ സദൈവൈവം വിധസ്മൃത. ഈ സംസാരം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളതാണ് എന്ന് പറയാം. നാന്യഥാ പ്രഭവത്യേവ ശുഭാശുഭമയ കില കദാചിൽ ഭഗവാൻ വിഷ്ണു തപശ്ചരതി ദാരുണം. അല്ലെങ്കിൽ ഈ ലോകം ശുഭാശുഭമയം ആയിത്തീരുന്നത് എങ്ങനെ? ശുഭവും അശുഭവും ഭഗവാൻ വിഷ്ണു പോലും, കദാചിത് ഭഗവാൻ വിഷ്ണു തപശ്ചരതി ദാരുണം, ചിലപ്പോ അതികഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നു. കദാചിത് വിവിധാൻ യജ്ഞാൻ വിതനോതി സുരാധിപ. ദേവാധിപനായിരിക്കുന്ന അദ്ദേഹം ചിലപ്പോ പലതരത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്യുന്നു. മറ്റു ചില സമയത്തോ കദാചിത്തു രമാരംഗരഞ്ജിത പരമേശ്വര. ആ പരമേശ്വരൻ പരമമായ ഈശ്വരീയതയുള്ളവൻ പരമേശ്വരൻ അല്ലേ? ആ ഭഗവാൻ മഹാലക്ഷ്മിയോടുകൂടി രമതേ കില വൈകുണ്ഠേ, വൈകുണ്ഠത്തിൽ രമിക്കുന്നു. തദ്വശസ്തരുണോ വിഭു, ഇതുപോലെ തരുണനെ പോലെ ഒരു യുവാവിനെ പോലെ. കഥാചിത് ദാനവേസാർത്ഥം യുദ്ധം പരമദാരുണം. മറ്റു ചില സമയത്തോ അസുരന്മാരുമായി അതിഭയങ്കരമായ യുദ്ധം കരോതി ചെയ്യുന്നു. കരുണാസിന്ധു തദ്ബാണാപീഡിതോ ഭൃശം. കരുണാനിധിയായിരിക്കുന്ന ആ ഭഗവാൻ അസുരന്മാരുടെ ബാണങ്ങളേറ്റ് പീഡിതനാവുന്നു. കഥാചിൽ ജയമാപ്നോതി, ചിലപ്പോ ജയിക്കണു. ദൈവാത്സോപി പരാജയം, ആ ദൈവദോഷം കൊണ്ട് ഭാഗ്യദോഷം കൊണ്ട് ചിലപ്പോ തോൽക്കുകയും ചെയ്യും. സുഖദുഃഖാഭിഭൂതോസോ ഭവത്യേവന സംശയ. അപ്പോ അദ്ദേഹവും സുഖദുഃഖങ്ങൾക്ക് അധീനനാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ശേഷേ ശേതേ കഥാചിദ്വൈ യോഗനിദ്രാസമാവൃത. ചിലപ്പോ ആ ശേഷപര്യങ്കത്തിൽ അനന്തന്റെ മുകളിൽ യോഗനിദ്ര പൂണ്ട് അതിന്റെ മുകളിൽ പള്ളികൊള്ളുന്നു. കാലേ ജാഗർത്തി വിശ്വാത്മാ
സ്വഭാവ പ്രതിബോധിത സർവോ ബ്രഹ്മാ ഹരിശ്ചേതി ഇന്ദ്രാദ്യായേ സുരാസ്തഥ. അപ്പോ വിശ്വാത്മാവായിരിക്കുന്ന അദ്ദേഹം യഥാസമയം സ്വാഭാവികമായ പ്രേരണ കൊണ്ട് യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നു. ശിവനും ബ്രഹ്മാവും ഹരിയും ഇന്ദ്രാദികളായിട്ടുള്ള ദേവന്മാരും മുനേശ്ച മുനിമാരും വിനിർമാണേ സ്വായുഷോ വിചരന്തി, അവരുടെ ആയുസ്സുള്ളിടത്തോളം കാലം മാത്രമേ അവർ ശരീരത്തോടു കൂടി നിൽക്കണുള്ളൂ. നിശാവസാനേ സഞ്ജാതെ, ആ അവസാന രാത്രി അന്ത്യരാത്രി, ആ മരണത്തിന്റെ സമയം എത്തുമ്പോൾ സഞ്ജാതെ ജഗത് സ്ഥാവരജംഗമം മ്രിയത്തെ, ആ അന്ത്യരാത്രി എത്തുമ്പോൾ ചരാചരാത്മകമായിരിക്കുന്ന ഈ ലോകവും മ്രിയത്തെ നശിക്കുന്നു. നാത്ര സന്ദേഹോ നൃപ, രാജാവേ ഇക്കാര്യത്തിൽ ആർക്കും ഒരിക്കലും സംശയം വേണ്ട. സ്വായുഷയന്തേ പത്മജാദ്യ ക്ഷയമൃച്ഛന്തി പാർത്ഥിവ, ബ്രഹ്മാദികളും ആയുസ് അവസാനിക്കുമ്പോൾ നശിക്കും. പ്രഭവന്തി പുനർവിഷ്ണുർ ഹരശക്രാദയസുര, വിഷ്ണു, ശിവൻ, ദേവേന്ദ്രൻ തുടങ്ങിയവരൊക്കെ തന്നെ ദേവന്മാരൊക്കെ തന്നെ വീണ്ടും ജനിക്കുന്നു. തസ്മാൽ കാമാദികാൻ ഭാവാൻ ദേഹവാൻ പ്രതിപദ്യത, കാമാദികളാകുന്ന ചിത്തവൃത്തികൾ ദേഹമുള്ളവർക്ക് മുഴുവൻ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ്. നാത്രതേ വിസ്മയകാര്യ കദാചിതപി പാർത്ഥിവ സംസാരോയം തു സന്ദിഗ്ധ കാമക്രോധാദിഭിർനൃപ. അതുകൊണ്ട് രാജാവേ ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ട, ഈ സംസാരം കാമക്രോധാദികൾ നിറഞ്ഞതാണ് എന്ന് ഉറപ്പിച്ചോളൂ എന്ന് പറയുന്ന 31-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 32-ാമത്തെ ശ്ലോകം മുതൽ 46-ാമത്തെ ശ്ലോകം വരെ അനുസ്മരിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.